മറുനാടൻ ഷാജ, എന്താ നിങ്ങൾ നന്നാവാത്തെ? അത് ചോദിക്കുകയാണ് പൊളിറ്റിക്സ് കേരള. നിങ്ങൾക്ക് തൊടുപുഴയിൽ വെച്ച് തല്ല് കിട്ടിയപ്പോൾ ഏറ്റവും കൂടുതൽ പ്രതികരിച്ചത് ഒരുപക്ഷെ പൊളിറ്റിക്സ് കേരള ആയിരിക്കും. എല്ലാ യൂട്യൂബർമാരും നിങ്ങളെ കൈയൊഴിഞ്ഞപ്പോൾ ജേർണലിസ്റ്റ് എന്ന നിലയിൽ നിങ്ങളെ ഉയർത്തിപ്പിടിച്ചതും ജേർണലിസത്തിൽ നിങ്ങൾക്കുള്ള പാരമ്പര്യം ലോകത്തെ അറിയിച്ചതും ഒക്കെ പൊളിറ്റിക്സ് കേരള ആയിരുന്നു. നിങ്ങൾക്ക് അടികിട്ടിയ കാരണത്തിൻ്റെ യഥാർത്ഥ സംഭവങ്ങൾ അറിഞ്ഞപ്പോൾ അതും പ്രേക്ഷകർക്ക് മുമ്പിൽ കൊടുക്കാൻ ഞങ്ങൾ ബാധ്യസ്ഥരായി മാറി. നിങ്ങൾ പറഞ്ഞത് പിണറായി നേരിട്ട് നൽകിയ കൊട്ടേഷൻ എന്നാണ് ആദ്യം പറഞ്ഞത്. രണ്ടാമത് നിങ്ങൾ പറഞ്ഞത് പിണറായി അറിഞ്ഞിട്ടില്ല എന്നാണ്. കാരണം പിണറായിയുടെ ഓഫീസ് തന്നെ ഇതിൻ്റെ അന്വേഷണത്തിന് ഉത്തരവിട്ടു. അപ്പോൾ പിന്നെ വെറുതെ പിണറായിയെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അങ്ങനെ രണ്ടാമത് പറഞ്ഞു. ഇപ്പോൾ നിങ്ങൾ പറയുന്നത് വീണ്ടും നിങ്ങളെ ആക്രമിച്ചത് കമ്മികളാണെന്നാണ്. നിങ്ങളെ ആക്രമിച്ചതിൻ്റെ പ്രതികാരമൊക്കെ നിങ്ങളിരുന്ന് വീഡിയോയിൽ പറയുന്നത് കേട്ടു. കേരളത്തിൽ ചുവന്ന കൊടി അവസാനം ചുവന്ന കൊടി ഇല്ലാതാകുന്നത് വരെ നിങ്ങൾ ഫൈറ്റ് ചെയ്യും എന്നുള്ളതാണ്. ഈ പ്രായത്തിൽ ഇത്രയും വലിയ വെല്ലുവിളിയൊന്നും പാടില്ല ഷാജനെ തല്ലിയതിനെ പറ്റി പൊളിറ്റിക്സ് കേരള അറിഞ്ഞ കാര്യങ്ങൾ ഇന്നലെ തന്നെ പൊളിറ്റിക്സ് കേരള റിപ്പോർട്ട് ചെയ്തു. ഷാജനെ തല്ലിയ മാത്യൂസ് കൊല്ലപ്പള്ളിയുടെ ചരിത്രവും ഞങ്ങൾ റിപ്പോർട്ട് ചെയ്തു. പക്ഷേ നിങ്ങൾ വീണ്ടും വർഗീയ വിഷൻ ചീറ്റിക്കൊണ്ട് നിങ്ങൾ വീണ്ടും കമ്മ്യൂണിസത്തിനെതിരായി സംസാരിച്ചുകൊണ്ട് രംഗത്ത് എത്തിയിരിക്കുന്നു. ഷാജൻ കറകളഞ്ഞ സംഖ്യയാണ്, ഒരു കൃസംഖി എന്ന് വേണമെങ്കിൽ പറയാം. അതിനപ്പുറം നിങ്ങളൊരു നല്ല മാധ്യമ പ്രവർത്തകനൊന്നുമല്ല. നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്തവരെ നിങ്ങൾ തേജോവധം ചെയ്യും. അത് നിങ്ങളുടെ ജോലിയാണ്. കുറച്ച് കോൺഗ്രസ് നേതാക്കൾ നിങ്ങളുടെ വാലം പിടിച്ച് നടപ്പുണ്ട്. കമ്മ്യൂണിസ്റ്റുകാരെ അതിന് കിട്ടില്ല. നിങ്ങൾ കുറച്ച് കോൺഗ്രസ്സുകാരുടെ ബലവും BJP RSS സംഘപരിവാറുകാരുടെ പിന്തുണയും വെച്ചുകൊണ്ട് യുദ്ധം ചെയ്യുന്നത് CPM-നോടാണ്. CPI-യോട് നിങ്ങൾക്ക് വലിയ അമർഷമൊന്നുമില്ല. കാരണം CPI നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രശ്നമേ അല്ല. CPM എന്ന പ്രസ്ഥാനം തകർന്ന് തരിപ്പണമായാൽ നിങ്ങൾ സന്തോഷിക്കും. BJP കേരളം പിടിച്ചെടുത്താൽ നിങ്ങൾ സന്തോഷിക്കും. ബംഗാളിൽ സംഭവിച്ചതുപോലെ കേരളത്തിലും സംഭവിക്കും എന്നാണ് നിങ്ങൾ പറയാതെ പറയുന്നത്. അതൊക്കെ ഷാജൻ്റെ സ്വപ്നമാണ്. CPM-ൻ്റെ കേരളത്തിലെ സംഘടനാ പാടവം ഷാജൻ അറിയുന്നില്ല എന്നുള്ളതാണ് ഷാജൻ്റെ ദയനീയമായ അവസ്ഥ. സർക്കാർ ഉദ്യോഗസ്ഥർ ഒന്നടങ്കം ഇടതുപക്ഷക്കാരാണ്. അവരുടെ വോട്ട് ബൾക്കായി ഇടതുപക്ഷത്തിന് കിട്ടും. ക്രിസ്ത്യാനികളുടെ വോട്ട് ക്രിസ്ത്യാനികളുടെ വോട്ട് കൂടുതൽ കോൺഗ്രസിനാണെങ്കിലും മുസ്ലിങ്ങളുടെ വോട്ട് ഇടതുപക്ഷത്തിന് കിട്ടും. കാരണം ഷാജനെ പോലെയുള്ള കൃസംഖികൾ സംഘികൾ ഇരുന്ന് അപമാനം പറയുന്നത് മുസ്ലിം സമുദായത്തിന് നേരെയാണ്. സ്വാഭാവികമായും അവരൊക്കെ ഷാജന് കിട്ടിയ അടിയിൽ പൊട്ടിച്ചിരിക്കുന്നവരാണ്. പൊളിറ്റിക്സ് കേരള പൊട്ടിച്ചിരിക്കുന്നില്ല കേട്ടോ. ദുഃഖമാണ് ഉള്ളത് നിങ്ങൾക്ക് വന്ന ഒരു പരിണാമത്തിൽ. നിങ്ങൾ ദീപികയിൽ പത്രപ്രവർത്തകനായിരുന്നു എന്നാണ് അറിവ്. അവിടെ നിന്ന് നിങ്ങൾ മറുനാടൻ മലയാളി എന്ന പ്രസ്ഥാനം പടുത്തുയർത്തിയപ്പോൾ എത്രയോ പേരുടെ ചോരയും വിയർപ്പും അതിലുണ്ടായിരിക്കും. നിങ്ങളുടെ മാത്രമല്ലല്ലോ, അതിലെ ജീവനക്കാരുടെ ചോരയും വിയർപ്പും. അവരിൽ എത്ര പേർ നിങ്ങളെ കൈവിട്ടു പോയി ഷാജ, നിങ്ങളിൽ നിന്ന് പിരിഞ്ഞു പോയി ഷാജ. അതൊന്നും വിഷയമല്ല. ഞാനും ഒരു സ്ഥാപനം നടത്തുന്ന വ്യക്തിയാണ്. ഓരോരുത്തർ വരും പോകും, സ്ഥാപനം നിലനിൽക്കും. പക്ഷേ നിങ്ങൾ അടികൊണ്ട് ആശുപത്രിയിൽ നിന്ന് വന്നതിന് ശേഷം വീണ്ടും CPM ആണ് നിങ്ങളുടെ ആക്രമണത്തിലെന്ന് നിങ്ങൾ തറപ്പിച്ച് പറയുന്നു. ഈ മാത്യൂസിൻ്റെ ഭാര്യയെ പറ്റി ഇല്ലാ കഥ പറഞ്ഞത് ഷാജനല്ലേ? അവരുടെ ആത്മഹത്യയിൽ ഭർത്താവിന് പങ്കുണ്ട് എന്ന രീതിയിൽ ഉള്ള വീഡിയോ ചെയ്തത് ഷാജനല്ലേ? അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ എന്താ പറയുക, ആണൊരുത്തൻ അടിക്കില്ലേ? അതാണ് ഷാജന് പറ്റിയത്. ഇത് എൻ്റെ പ്രേക്ഷകർക്ക് കൂടിയാണ് ഞാൻ പറയുന്നത്. ഷാജനെതിരെ സ്റ്റോറി ഇടുമ്പോഴൊക്കെ കുറച്ച് പേർ വന്ന് പച്ചത്തെറി വിളിക്കുന്നുണ്ട് എന്നെ. കുഴപ്പമില്ല, സോഷ്യൽ മീഡിയയിൽ നിൽക്കുമ്പോൾ അങ്ങനെയുള്ള തെറിവിളികൾ നമ്മൾ സഹിച്ചേ പറ്റൂ.
പക്ഷേ ഷാജൻ വീണ്ടും വീണ്ടും വിഷം ചീറ്റി വരുമ്പോൾ, അടികൊണ്ട ശേഷം വീണ്ടും വിഷം ചീറ്റി പുറത്തു വരുമ്പോൾ ഞങ്ങൾക്ക് പ്രതികരിക്കാതിരിക്കാൻ ആവില്ല. ഷാജന് വലിയൊരു സ്ഥാപനമുണ്ട്. ഓൺലൈനിലൂടെ വലിയൊരു പ്രേക്ഷകരെ നിങ്ങൾ സമ്പാദിച്ചു കഴിഞ്ഞു. നിങ്ങളുടെ സ്റ്റോറികൾ കാണുന്നത് ഇടതുപക്ഷത്തുള്ളവർ കൂടിയാണ്. അതാണ് നിങ്ങളുടെ വിജയം. കേരളത്തിൽ മനോരമ നേടിയെടുത്ത വിജയമാണ് ഓൺലൈനിൽ നിങ്ങൾ നേടിയെടുത്തത്. അത് ചില്ലറ കാര്യമൊന്നുമല്ല. മനോരമ CPM-നെതിരായി പറയുമ്പോൾ അത് വായിക്കാൻ CPM-കാരും ഉണ്ടാകും. അതുപോലെ ഷാജൻ്റെ കൂടെ ഉള്ളവരും CPM-നെതിരായി പറയുമ്പോൾ അത് കേട്ട് ആനന്ദിക്കാൻ, അത് കേട്ട് ആനന്ദ തുല്യതരാകാൻ കോൺഗ്രസ്സുകാരും BJP-കാരും ഉണ്ടാകും. ഒപ്പം CPM-കാർ ആ വീഡിയോ കാണുകയും ചെയ്യും. ഈ ഒരു തന്ത്രമാണ് ഷാജൻ പയറ്റിയത്. ഈ തന്ത്രത്തിലാണ് ഷാജൻ മറുനാടൻ മലയാളിയെ വളർത്തിയത്. ഷാജൻ വളർത്തിയ മറുനാടൻ മലയാളി ഒരു പ്രസ്ഥാനമായി നിൽക്കുമ്പോൾ തെരുവിൽ കിടന്ന് തല്ലുകൊള്ളുന്ന രീതിയിലേക്ക് അത് അധപതിച്ചു പോകുന്നു ഷാജൻ. നിങ്ങളുടെ പ്രസ്ഥാനമായി നിൽക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണ് ഞാൻ. പക്ഷേ തെരുവിൽ കിടന്ന് തല്ല് വാങ്ങുമ്പോൾ അത് എനിക്ക് ദുഃഖമെന്ന് മാത്രമല്ല, നിങ്ങളോട് സഹതാപം തോന്നുന്നു. അതുകൊണ്ടാണ് നിങ്ങൾക്ക് അനുകൂലമായി വീഡിയോകൾ ചെയ്തത്. അല്ലെങ്കിൽ നിങ്ങളെ തിരിഞ്ഞു നോക്കില്ലായിരുന്നു ഞാൻ. പക്ഷേ നിങ്ങൾ അതിന് ശേഷം ഇറക്കിയ വീഡിയോ, തല്ലുകൊണ്ടതിന് ശേഷം അന്നിറക്കിയ വീഡിയോ, അതിൽ നിങ്ങൾ പറയുന്നതെല്ലാം CPM-നെ പച്ചത്തെറി വിളിച്ചുകൊണ്ടാണ്. കോൺഗ്രസിൻ്റെ ചില ആൾക്കാരെ പ്രൊജക്റ്റ് ചെയ്തുകൊണ്ടാണ്. സതീശനൊക്കെ നിങ്ങളെ വിളിച്ചിരുന്നു, മറ്റുള്ളവർ വിളിച്ചിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് നിങ്ങൾ ആ വീഡിയോ ചെയ്തിരിക്കുന്നത്. CPM-ൽ നിന്ന് തന്നെ പലരും വിളിച്ചിരുന്നു. അവർക്ക് വിളിക്കണ്ടേ? നിങ്ങൾക്ക് അടി കിട്ടിയെന്ന് പറയുമ്പോൾ കേരളം മുഴുക്കെ അറിയപ്പെടുന്ന ഒരു സെലിബ്രിറ്റിയാണ് നിങ്ങൾ. ഇപ്പോൾ അടി കിട്ടിയതോടുകൂടി ആ സെലിബ്രിറ്റി ഇമേജ് നിങ്ങൾ നേടിയെടുത്തു. അപ്പോൾ പലരും നിങ്ങളെ വിളിക്കും. പിന്നെ നിങ്ങൾ പോലീസിനെ കുറ്റം പറയുന്നു. പോലീസ് സമ്മർദ്ദം കാരണം പ്രതികൾക്ക് കോടതിയിൽ നിന്ന് പോലീസ് കളിച്ചത് കൊണ്ട് പ്രതികൾക്ക് ജാമ്യം കിട്ടി എന്നാണ് നിങ്ങൾ പറയുന്നത്. പോലീസിൻ്റെതായ പരിമിതിയില്ലേ? ഒരുത്തൻ്റെ ഭാര്യ ആത്മഹത്യ ചെയ്തു. അവർ ഡോക്ടറായിരുന്നു. ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ നിങ്ങൾ അവനെതിരെ വീഡിയോ ചെയ്തു. അവരൊരു മാനസിക ദൗർബല്യമുള്ള, അല്ലെങ്കിൽ എന്താ പറയുക, മനോനില തെറ്റിയ സ്ത്രീയായിരുന്നു. വിഷാദരോഗത്തിന് അടിമയായിരുന്നു. വിഷാദരോഗത്തിന് അവർ മരുന്നുകൾ കഴിക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് അവരുടെ ഭർത്താവായ, നിങ്ങളെ തല്ലിയ കേസിലെ 1-ാം പ്രതിയായ മാത്യൂസിനെതിരെ കേസുണ്ടായില്ല. നിങ്ങൾ മാത്യൂസിനെ അറ്റാക്ക് ചെയ്തുകൊണ്ട്, മാത്യൂസിനെ തേജോവധം ചെയ്തുകൊണ്ട് വീഡിയോ ചെയ്തു. ആ വീഡിയോ അയാളിൽ വലിയൊരു മുറിപ്പാട് ഉണ്ടാക്കി. അതാണ് നിങ്ങൾക്ക് കിട്ടിയ തല്ലിൻ്റെ യഥാർത്ഥ കാരണം. പക്ഷേ ഇതൊക്കെ തല്ലി തീർക്കാനുള്ള സംഭവമല്ല, നിയമവഴിയിൽ കൂടെ പോകാനുള്ള സംഭവമാണ്. നിയമവഴിയിൽ കൂടെ വേണം ഇതൊക്കെ പോകാൻ. അത് ഷാജൻ ചെയ്തില്ല. അത് ഷാജനും ചെയ്തില്ല, മാത്യൂസും ചെയ്തില്ല. മാത്യൂസ് തല്ലി തീർത്തതിൽ ഞങ്ങൾക്ക് ശക്തമായ എതിർപ്പുണ്ട്. കാരണം ആ മനുഷ്യൻ അങ്ങനെ ചെയ്യരുതായിരുന്നു. അയാൾക്ക് അപകീർത്തി കേസ് കൊടുക്കാമായിരുന്നു. അയാൾക്ക് പോലീസിൽ പരാതിപ്പെടാമായിരുന്നു. അതൊന്നും ചെയ്യാതെ നിങ്ങളെ തക്കം പാർത്തിരുന്ന് കൃത്യസമയത്ത് നിങ്ങൾ ലോഞ്ച് ചെയ്തപ്പോൾ നിങ്ങളെ അടിച്ചു എന്നുള്ളതാണ് അയാളുടെ കുറ്റം. അയാൾക്ക് അത്രയും പകയുണ്ടായിരുന്നു നിങ്ങളെപ്പറ്റി. എന്തായാലും ഇതിനെക്കുറിച്ച് കൂടുതലൊന്നും പറയുന്നില്ല. വീണ്ടും വിഷം ചീറ്റി നിങ്ങളെത്തിയിരിക്കുകയാണ്. പിണറായിസ്റ്റുകളെന്നും പൊളിറ്റിക്കൽ ഇസ്ലാമിസ്റ്റുകളെന്നും ഒക്കെ പറഞ്ഞുകൊണ്ട്. എന്തായാലും അതിനൊന്നും മറുപടി പറയാൻ ഞാൻ അർഹനല്ല. അതിനൊന്നും മറുപടി പറയേണ്ടത് കേരള സമൂഹമാണ്. ഇവിടെ പിണറായിസ്റ്റുകളുമില്ല, പൊളിറ്റിക്കൽ ഇസ്ലാമിസ്റ്റുകളുമില്ല. ഇവിടെ ഉള്ളത് കമ്മ്യൂണിസ്റ്റുകാരും ഇസ്ലാമിക രാഷ്ട്രീയ പാർട്ടികളും മാത്രമാണ് ഷാജ.